மீரா சண்டை போடுறது பார்க்கணும்னா அம்மா சண்டை போடுறதுதான் பார்க்கணும். இப்படி தெரியுமா? இந்த பத்ரகாளி எல்லாம் இருக்குல்ல, அவங்க உரையற மாதிரி இப்படி துள்ளுவாங்க. ஆனோம் അങ്ങനൊന്നും ഇല്ല മോളെ. നീ അടിക്കടി ഇങ്ങ വരുവല്ല, അപ്പൊ ഉനക്ക് ലൈവാ பார்க்க முடியும். കനകം, നീ ആള് കൊള്ളാമല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന കൊച്ചിനോടാണോ എന്റെ കുറ്റം പറയുന്നേ? പാரு പാரு കണ്ണെല്ലാം എപ്പടി പോകുന്നു. ആ നിന്റെ നാക്കിച്ചിരി കൂടുന്നുണ്ട് കേട്ടെ. എന്തിനാണ് അടുക്കളയില് സൗണ്ട്? മീര ടീച്ചറേ, ടീച്ചർ അങ്ങനെ അവസാനം അടുക്കള വന്ന് നിന്നല്ലേ? നല്ലല്ലേ അങ്ങനെ തന്നെ. ഈ വീട്ടിലോട്ട് ആരെങ്കിലും പുതിയതായിട്ട് വന്ന അവസാനം അടുക്കള വന്ന അവസാനിക്കും. കേശു, പിള്ളേരെല്ലാം വരാൻ തുടങ്ങിയില്ലേ? ഓ പിള്ളേരൊക്കെ വരാൻ തുടങ്ങി. ഇന്നെനിക്ക് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? മുമ്മോ, ഈ മേളി നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ടിയേ ഞാൻ ഒരുപാട് വേർപ്പൊഴുക്കിയതാണേ. അതുകൊണ്ട് ഇതങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ കൊണ്ട് വിട്ട് കളയാൻ പറ്റൂല. അയ്യോ, നിന്നോട് ആര് പറഞ്ഞ് വിട്ട് കളയാൻ? നിന്നോട് എന്തുവാ പറഞ്ഞേ? ചേച്ചി പറയുന്ന കേട്ടിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ അത് സാറിന് പറ്റുമോ? ഇല്ലടി, എന്നെ കൊണ്ടൊന്നും പറ്റൂല. അയ്യ പൂണിന്റെ പണി. അതിന് വേറെ ആളെ നോക്കണം നീയൊക്കെ. ഇതിന്റെ പവർ ഓഫ് അറ്റോണി എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ്. എങ്ങനെ? എങ്ങനെയെന്നാ? ഏറ്റവും കൂടുതൽ ഷെയർ ഇട്ടതാരാ? എന്റെ അമ്മായി. എന്റെ അമ്മായിയെ ഞാൻ വിളിച്ച് സംസാരിച്ച്. അപ്പൊ അമ്മായി പറഞ്ഞ് ആ 10,000 രൂപ ഉണ്ടല്ലോ ലച്ച് തന്നത്, അത് ഞാനങ്ങ് തിരിച്ചു കൊടുത്തേക്കാണത്. മിക്കവാറും അമ്മായി കൊടുക്കും അത്. അപ്പൊ എങ്ങനെ ഫുൾ നല്ല ക്ഷയമാണെങ്കിൽ മരുന്ന് മേടിച്ച് കഴിക്കടാ. ആദ്യം ചുമച്ചവർക്കായിരിക്കും ക്ഷയം. മരുന്ന് മേടിച്ച് കഴിയും. എന്തായാലും എനിക്ക് നിന്റെ അത്രയും ചുമയും കുറയുന്നു. അയ്യോടാ, അവനെന്തോന്ന് പ്രസവിച്ചിട്ട് പോയത്? അവനെ നമ്മുടെ ഡേ കെയറിന്റെ പവർ ഓഫ് അറ്റോളി കിട്ടി പോലും. ആര് കൊടുത്ത്? മെർലിൻ കൊടുത്താ? അല്ല, ഞാൻ വന്നപ്പോ തൊട്ട് കേക്ക് ഈ മെർലിൻ മെർലിൻ. ആരെയും മെർലിൻ? അയ്യോ, മെർലിൻ എന്ന് പറയുന്നത് വലിയൊരു ഗ്രഹമാണ്. ആ ഗ്രഹത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ ഒരു ഉപഗ്രഹമാണ് കേശു 2. കേശു 2 ഉപഗ്രഹോ? ആ, അത് ശാസ്ത്രം പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു ഉപഗ്രഹമാണ്. ഈ കുഞ്ഞു ഉപഗ്രഹം ഉണ്ടല്ലോ, വേറെയും ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റി നടക്കും. ഗൗരി അമ്മായിയെ ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചില ഇത്തിക്കണ്ണികളെ വെട്ടി മാറ്റാനാണ് അമ്മായിയുടെ തീരുമാനം. ആ ഇത്തിക്കണ്ണിനെ ആദ്യമേ വെട്ടി മാറ്റിയതാണല്ലോ. ഡേ, ഈ ഇടക്ക് നിർത്തിക്കേ. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ കിറ്റി ഡേ കെയറിന് നമുക്ക് 2 പ്രിൻസിപ്പളിനെ വെക്കാം. ഒന്ന് ലക്ഷ്യേച്ചിയും ഒന്ന് നീയും. ഓക്കെ ആണോ? അങ്ങനെ ഇപ്പൊ ഒരു കാട്ടി 2 സിംഹം വേണോ മക്കളെ? ഒരു സിംഹത്തിന് എനിക്ക് മനസ്സിലായി, ഇപ്പം കഴുതയല്ലേ. കഴുതയോട് ആരാന്ന് എല്ലാവർക്കും അറിയാൻ കേട്ടാ. എന്നാലേ ഞാൻ പോയി എന്റെ ഗൗരി അമ്മായി ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. പോയി കാണിക്കും. എന്താ എല്ലാരും ഇങ്ങനെ നോക്കണേ? കുട്ടിക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. അമ്മുമ്മേ, ഒരു പ്രിൻസിപ്പളിന്റെ അടുത്താണ് ഇതൊക്കെ സംസാരിക്കുന്നതിനുള്ളൊരു ബോധം വേണം. കുടിക്കാനൊന്നുമില്ലേ? അത് ഞങ്ങളോടാണോ ചോദിക്കുന്നേ? എനിക്കല്ല, എന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ. അവരിപ്പോ എത്തും. ആ, കുട്ടികൾക്കുള്ളത് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. നാരങ്ങ പിഴിയുന്നുണ്ട്. നാരങ്ങ